ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നും നമ്മുടെ കേക്കിൻ്റെ വിശേഷങ്ങളും മാത്രമല്ലേ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഹോം ടൂർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഹോം ടൂർ കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ മോളെ ഒന്ന് ഡാൻസിനാക്കിയിട്ട് വരട്ടെ. അത് കഴിയുമ്പോൾ പിന്നെ ഒരാൾ മാത്രമേ കാണുള്ളൂ നമ്മുടെ കൂടെ. പോകുന്ന വഴിക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല കേട്ടോ. ആളെ ഡാൻസിനാക്കിയിട്ട് തിരിച്ച് നമ്മൾ തയ്യൽ കടയിലൊന്ന് കയറണമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ വന്നപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ എടുക്കുക അല്ലേ. എൻ്റെ വീട്ടിനടുത്തുള്ള അമ്പലമാണ് കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഞാൻ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല കേട്ടോ. ഇവിടെ മഴ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളമൊക്കെ ഒഴുകും. മൂത്ത ആളുണ്ടായിരുന്നെങ്കിൽ ഇയാൾ അവിടെ പോയി ഒന്ന് നടന്നാനി. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഇതിൻ്റെ ഭിത്തിയൊന്നും നിങ്ങൾ നോക്കണ്ട, എൻ്റെ 2 മക്കളും കൂടെ ചേർന്നിട്ട് അതൊരു പരുവാക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മ വിളിയൊക്കെ കുറേ കേൾക്കും, കാരണം എൻ്റെ ഇളയ മോൾ എൻ്റെ കൂടെ ഉണ്ട്. ഈ ഒരു സ്ഥലം നിങ്ങൾ മിക്കവാറും പേര് കണ്ടിട്ടുണ്ടായിരിക്കും. രാവിലെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു സമാധാനമാണ് രാവിലെ ഇവിടെ വന്നൊരു വിളക്കൊക്കെ കത്തിച്ചിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം എനിക്ക് വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ആ ഒരു പീസ്ഫുൾ കിട്ടാറില്ല. ഇയാൾ ഇരിക്കുന്നത് ആള് വിചാരിക്കുന്നത് ഞാൻ ആളുടെ ഫോട്ടോ എടുക്കുക എന്നുള്ള വിചാരത്തിലാണ് അങ്ങനെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഒരു ഹാളാണ് കേട്ടോ. സിറ്റൗട്ടൊന്നുമില്ല, കയറുന്നത് തന്നെ ഹാളിലേക്കാണ്. ഫ്രണ്ടിലേക്കായിട്ട് ടിവിയും ഇൻവെർട്ടറും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഈ സൈഡിൽ കിടന്ന ദിവാങ്കോട്ടാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എൻ്റെ ഹെൽമെറ്റ്, പിന്നെ മോളുടെ ആവി പിടിക്കുന്ന നെബുലൈസർ ആണ് കേട്ടോ. പിന്നെ കുറെ ഫോട്ടോസും ട്രോഫികളും. ഈ ട്രോഫികളുടെയൊക്കെ അവകാശം എൻ്റെ മോള് മാത്രമാണ്. ഇതിൽ ഒരെണ്ണം അവളുടെ മാമ വാങ്ങിച്ചതുണ്ട്, അതുകൂടാണ്ട് ബാക്കിയെല്ലാം അവളുടെ മാത്രമാണ്. പിന്നെ കുറെ ഫാമിലി ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ ചേച്ചീൻ്റെ കല്യാണ ഫോട്ടോയും പിന്നെ അല്ലാണ്ട് ഞങ്ങളുടെ ഫോട്ടോസും അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോസും അങ്ങനെ കുറേ ഫോട്ടോസുകളൊക്കെ ഇരിപ്പുണ്ട്. ഹാളിൽ നിന്ന് നേരെ കാണുന്നത് ഒരു വാഷ്റൂമാണ്. അതിൻ്റെ 2 സൈഡിലായിട്ട് 2 ബെഡ്റൂമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ടോട്ടലി 3 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പഴയ അടുക്കള ഞങ്ങൾ ജസ്റ്റ് ഒരു റൂം പോലെ ആക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാവേ. ഇതൊരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ കുറച്ചധികം കലാവിരുതുകൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് കൊറോണ സമയത്ത് ഞാനും എൻ്റെ അനിയനും കൂടെ ചെയ്തിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഈ സൈഡിലുള്ള മരം വരച്ചത് ഞാനും, അതിന്റെ ഇപ്പുറത്തോട്ടായിട്ട് വരച്ചിട്ടുള്ളത് എൻ്റെ അനിയനാണ് കേട്ടോ. ഇതിനകത്ത് കാണിക്കാനായിട്ട് വേറെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ഒരു അലമാരയുണ്ട്, പിന്നെ ചെറിയൊരു ടേബിൾ ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ ഈ ഒരു റൂമിനകത്ത്. അത്ര വലിയ റൂമൊന്നുമില്ല, ചെറിയൊരു റൂമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തതുള്ളത് ഈ ഒരു റൂമാണ്. ഇതെൻ്റെ അനിയൻ്റെ റൂമാണ്. ഇതിപ്പോൾ എൻ്റെ മോള് കൈയടക്കി വെച്ചേക്കെയാണ്. അവൾ ഫുൾ ടൈം ഈ റൂമിലാണ് കേട്ടോ. പഠിക്കുന്നതും കിടക്കുന്നതും ഒക്കെ ഈ ഒരു റൂമിനകത്താണ്. ഇതിലും വലുതായിട്ടൊന്നുമില്ല. ഒരു അലമാരയുണ്ട്. പിന്നെ സൈഡിലേക്കായിട്ട് അവരെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭിത്തിയിൽ തന്നെ ഒരു അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കിച്ചൺ റൂമാക്കിയ സ്ഥലത്തോട്ടാണ്. ഈ ഒരു സ്ഥലത്ത് മുമ്പ് കിച്ചൺ ആയിരുന്നു, പിന്നെ ഇത് മാറ്റിയിട്ടാണ് ഇപ്പോൾ റൂം ആക്കിയിട്ടുള്ളത്. ഈ ഒരു കട്ടിലിനകത്ത് ഇട്ടേക്കുന്ന ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാട്ടോ. നല്ല ബെഡ്ഷീറ്റാണ്, 2ഉം നല്ല അടിപൊളി ബെഡ്ഷീറ്റായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വേറെയും സൗണ്ടുകളൊക്കെ വരും, കാരണം നൈറ്റാണ് ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെങ്കിലും അവർ പുറത്തിരുന്ന് നല്ല സംസാരമാണ് കേട്ടോ. ഞാൻ എത്ര പറഞ്ഞിട്ടും അവർ ഒച്ച കുറയ്ക്കുന്നില്ല. ഇതാണ് കേട്ടോ ഞങ്ങളെ കിച്ചൺ. ഇത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കെട്ടിയിട്ടുള്ളതാണ്. ഷീറ്റാണ്. സൈഡിലും ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കതകും ഷീറ്റ് അങ്ങനത്തെ ഒരു സംഭവം വെച്ച് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ എൻ്റെ ബേക്കിംഗ് റൂമിലിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. കേക്കൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത് കമ്പി വെച്ച് കെട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കട്ട വെച്ചിട്ടല്ലാത്തത് കൊണ്ട് ചില ഒരു കുലുക്കമൊക്കെ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ വിശേഷം. ആൾ ഓടി വരുന്നത് ഒരു മുട്ടായി കണ്ടില്ല, അതിൻ്റെ കാര്യം എന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ട് വന്നത്. സൺഡേ ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ നമുക്ക് 2 കേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും രാവിലെ തന്നെ സെറ്റാക്കിയിട്ട് ഉച്ചയോടുകൂടി അതിൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് കുറച്ച് നേരം TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ കടയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ ഞാനും മോളും കൂടി കടയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് സന്ധ്യയായി ഞാനും അമ്മയും മോളും കൂടി വീട്ടിലേക്ക് പോയപ്പോൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനിയും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.